റെഡ് അലേർട്ട് മാറ്റാൻ കേക്കച്ചന്റെ PR മാജിക്. ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടാകണം, പ്ലാൻ ഉണ്ടാകണം, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണം, അതിന് ഐഡിയാസ് ഉണ്ടാകണം, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, സിസ്റ്റം ഉണ്ടാകണം. എന്നിട്ട് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഇതൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോടെ. മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന നെട്ടൂർ സതീശൻ എന്ന കേക്കച്ചൻ PR ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് ഇമ്മണി വർഷങ്ങളായെങ്കിലും ഈ അടുത്ത കാലത്തായി അദ്ദേഹം അതിൻ്റെ ഇന്റൻസിറ്റി നന്നായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ കേരളത്തിൽ തന്റെ ഇടപെടൽ ശക്തമാക്കിയതോടെ കേക്കച്ചൻ തന്റെ അടിമകൾക്ക് റെഡ് അലേർട്ട് സിഗ്നൽ നൽകി PR ക്യാമ്പയിൻ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട്. പാലാരിവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കടകോൽ ക്രിയേഷൻസ് ഉടമ പൊറിഞ്ചു ആണ് കേക്കച്ചന്റെ പുതിയ ബ്രാൻഡിംഗ് കോർഡിനേറ്റർ. നരേന്ദ്രമോദിയുടെ PR സ്ട്രാറ്റജിയുടെ കൈപ്പുസ്തകം ബ്ലാക്കിൽ ഒപ്പിച്ച പൊറിഞ്ചു അതേ സ്ട്രാറ്റജി കേക്കച്ചനും അടിച്ചാൻ കൊടുത്തു. അതിൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇല്ലാത്തത്. ഒന്ന്, നരേന്ദ്രമോദി എന്ന പേരും, രണ്ട്, മോദി ചെറുപ്പകാലത്ത് ചായ അടിച്ചിരുന്നു എന്ന് പറയുന്ന ആ കാര്യവും. ബാക്കിയെല്ലാം ഡിറ്റോ. ഇത് മനസ്സിലാക്കണമെങ്കിൽ കടകോൽ ക്രിയേഷൻസ് ഒപ്പിച്ചു കൊടുത്ത 2 ദിവസം മുമ്പ് പുറത്തിറങ്ങിയ ആ ഒരു യൂട്യൂബ് ഇന്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടാൽ മാത്രം മതി. നരേന്ദ്രമോദിയുടെ ആ കുട്ടിക്കാലവും നെട്ടൂർ കേക്കച്ചന്റെ ബാല്യകാലവും യൗവനവും സ്വപ്നങ്ങളും എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ദാരിദ്ര്യം പിടിച്ച ബാല്യവും ക്ഷോഭിക്കുന്ന യൗവനവും എല്ലാം ഒരുപോലെ കോപ്പിയടിച്ചതാണെന്ന് തോന്നുകയേയില്ല. കടകോല് പറഞ്ഞു തരുന്നത് കേട്ട് ഇരുന്ന് തള്ളുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ട എൻ്റെ കേക്കച്ച. കേരളത്തിൻ്റെ ഭാവി എന്ത്? VD സതീശൻ മനസ്സു തുറക്കുന്നു എന്നാണ് ആ ഇന്റർവ്യൂവിന്റെ ശീർഷകം. കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി. ഇത് കേട്ടാൽ കേക്കച്ചന് കേരളത്തെക്കുറിച്ച് വളരെ കൃത്യമായ ദീർഘവീക്ഷണവും ധാരണയുമുണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കത്തക്ക വിധത്തിലാണ് അവർ അതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി പഠിപ്പിച്ച് കേക്കച്ചനെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഞാൻ ഐ ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years നിരന്തരമായി. 25 വർഷമായി സാമാജികനായി തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നു. 10 വർഷത്തിലേറെയായി പ്രതിപക്ഷത്ത് വായിൽ പഴവും തിരുകി പിണറായി വിജയന്റെ ഉച്ചിഷ്ടവും ഭക്ഷിച്ച് മിണ്ടാതിരുന്നവനാണ് ഇപ്പോൾ ഈ പറയുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കും എന്ന് പോലും ഓർക്കാതെയാണ് കടകോൽ ക്രിയേഷൻസ് പൊറിഞ്ചു ഇത്തരത്തിലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി കേക്കച്ചനെ കൊണ്ട് ഇരുത്തി പറയിപ്പിച്ചത്. പൈസ ഇല്ലാത്തവന് വരുമ്പോൾ അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ക്രോസ് സബ്സിഡി ഉപയോഗിച്ച് ഗവൺമെൻറ്റിന് ചെയ്യാം. മനസ്സിലായില്ലേ? ഗവൺമെൻറ് തന്നെ നേരിട്ട് മരുന്ന് പർച്ചേസ് ചെയ്ത് മരുന്നിന് ലാഭമില്ലാതെ വിൽക്കാം. സാമാജികനായിരുന്ന 25 കൊല്ലം കൊണ്ട് ഒരു മലരും ചെയ്യാതെ സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷമായി നടക്കുന്ന നീ ഒന്നും ഇനി ഒലത്തേണ്ട, വേറെ ആണുങ്ങൾ വന്ന് ചെയ്തുകൊള്ളും എന്ന് കമന്റുകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ. അത് കളഞ്ഞിട്ടുണ്ടാവുമോ എന്തോ. കടകോൽ ക്രിയേഷൻസ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇവയൊക്കെയായിരുന്നു. നല്ല തലച്ചോറുള്ള നേതാവ് ശശി തരൂരാണ്. തരൂരാള് നല്ല ഇന്റലക്ച്വൽ ആണ് എന്നതാണ് ജനങ്ങളുടെ ഒരു പെർസെപ്ഷൻ. KC വേണുഗോപാലിന് നല്ല തലയെടുപ്പുണ്ട് എന്നതാണ് ഇവരുടെ കണ്ടെത്തൽ. ചെന്നിത്തലയുടെ ചിരി സൂപ്പറാണെന്നാണ് അഭിപ്രായ സർവേ പറയുന്നത്. ഷാഫിയും രാഹുലും ജനങ്ങളുടെ ഹാർട്ട് ത്രോംബാണത്രേ. പറവൂരിൽ സിബി ജോൺ റോസ്ബെൽ കേക്കച്ചന് 8ന്റെ പണി കൊടുക്കും എന്നിവർ കണ്ടെത്തിയിട്ടുണ്ട്. കടകോൽ ക്രിയേഷൻസിന്റെ നിരീക്ഷണത്തിൽ കേക്കച്ചന് മറ്റുള്ള നേതാക്കന്മാരെക്കാളും മെച്ചമായി കണ്ടത് 3 മുടിഞ്ഞ കാര്യങ്ങളാണ്. 1 പൊക്കളും, 2 കക്ഷത്തിലെ രോമവും, 3 അമ്മിഞ്ഞയും. ഇതും രാഷ്ട്രീയവുമായി എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ആരും ചോദിക്കരുത്. ബന്ധമുണ്ട്. കേക്ക് മുറിക്കുവാൻ അവസരം കിട്ടണമെങ്കിൽ ഇതെല്ലാം അളവ് പോലാണ്. പക്ഷേ ഇത് ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. തുണിമറിച്ച് കാണിച്ചാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് അത് ശരിയാകില്ല. അതിന് ഒരു ഐഡിയ വേണം. അതിനായി കടകോൽ ക്രിയേഷൻസ് കൊടുത്ത ആ മുടിഞ്ഞ ഐഡിയയാണ് തുലാഭാരം. തുലാഭാരത്തിനായി കഞ്ഞിപ്പശ മുക്കി എന്തിനായി പോകാൻ പറ്റില്ലല്ലോ. വേഷ്ടിയും മേൽമുണ്ടും ധരിച്ചു പോകുമ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നടത്തി അത് പുറത്തുവിട്ടാൽ എല്ലാവരും ഇതൊക്കെ നന്നായി കാണുകയും നല്ല മതിപ്പുണ്ടാകുകയും ചെയ്യുമത്രേ. ഇത് കണ്ട് ആഹാഹ എന്നൊരു ഫീൽ ഉണ്ടാകണമത്രേ. അങ്ങനെ കടകോൽ ക്രിയേഷൻസ് ട്രെയിനിങ് കൊടുത്ത് കേക്കച്ചന്റെ പ്രസ്തുത ഭാഗങ്ങൾ ജനങ്ങളെ കാണിക്കുവാൻ ഇറക്കിയത് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ടപ്പേന്ന് തിരിച്ചു വരാം.
ആരിത്? നെട്ടൂർ ദേശത്തെ വലിയ കോഴിത്തമ്പുരാനോ? ഈ ബോഡി ഷോ കണ്ട് ചില സുഗ്രീവന്മാർ KPCC പ്രസിഡന്റിനെ വിളിച്ച് നമ്മുടെ കേക്കച്ചന് ഒരു 32-ന്റെ ഒരു ചെറുത് മേടിച്ചിട്ട് കൊടുത്തു കൂടരോ എന്ന് ചോദിച്ചത്രേ. എന്തായാലും കേരളത്തിൽ ഇന്ന് PR ക്യാമ്പയിന് കേക്കച്ചൻ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ. നമ്മുടെ പോച്ചൻ ഒതുങ്ങിയപ്പോൾ കേക്കച്ചൻ സജീവമായി. മാതൃഭൂമിയിലെ വാർത്താ തൊഴിലാളിയായിരുന്ന കടക്കൽ കത്തിയല്ല അറക്കവാള് വെക്കുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കക്ഷിയാണ് കേക്കച്ചൻ്റെ പ്രസ് സെക്രട്ടറി. എത്ര കെട്ടി എത്ര പൊട്ടി എന്നറിഞ്ഞുകൂടാത്ത കുഞ്ഞുമേരിയാണ് മീഡിയ മുഴുവനും മാനേജ് ചെയ്യുന്നത്. പൊടിപാറ്റിയും കേസില്ലാ വക്കീൽ ശങ്കരനുമാണ് ഡെയിലി ടച്ചിന് ചാനലുകളിൽ പോയി കേക്കച്ചൻ സ്തുതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തൊക്കെ PR പരിപാടികൾ. ഞാൻ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്നതാണ് കേക്കച്ചൻ്റെ മുദ്രാവാക്യം. കോൺഗ്രസിലെ മറ്റേതെങ്കിലും ഒരു നേതാവിൻ്റെ ബൈറ്റോ വാർത്തയോ ചാനലിൽ വന്നാൽ കേക്കച്ചൻ്റെ പ്രസ് സെക്രട്ടറി അപ്പോൾ ചാടി അമ്മമാരെ വിളിക്കും, വിരട്ടും. ഞാൻ തരുന്നത് പോരാഞ്ഞിട്ടാണോടാ മറ്റോമാരുടെ കൊടുക്കുന്നത് എന്ന് ചോദിക്കും. വരുംദിനങ്ങൾ കേക്കച്ചൻ മയം കൊണ്ട് കേരളം നിറയണം എന്നാണ് കടകോൾ ക്രിയേഷൻസിൻ്റെ സ്ട്രാറ്റജിയിൽ പറയുന്നത്. എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. അതുപോലെ കേസിക്കിട്ട് പണി കൊടുക്കുവാൻ മറ്റൊരു മുടിഞ്ഞ ഐഡിയ കൂടി കടകോൾ ക്രിയേഷൻസ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. നേരിട്ടും പാർട്ടിയിലെ ചില എർത്തുകൾ വഴിയും കൊട്ടത്തേങ്ങാപ്പരുവുമായി ഷെഡിൽ കയറിയ പഴയ നേതാക്കന്മാർക്ക് മോഹം വാരി വിതറുക. നിങ്ങളുടെ അടുത്ത മണ്ഡലം നോക്കിവെച്ച് പണി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. കേക്കച്ചൻ ഉറപ്പായും ടിക്കറ്റ് ഉറപ്പാക്കി കൊടുക്കും. കട്ടയ്ക്ക് പക്ഷേ കൂടെ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ചിലർ ഇവരാണ്: ഡൊമിനിക് പ്രസന്റേഷൻ, KP ധനപാലൻ, ഹരിദാസ് വക്കീൽ, വൈപ്പിൻ ജോയി, അജയ് തറയിൽ, അങ്ങനെ പോകുന്നു നേതാക്കന്മാർ. ഒടുക്കം ഇവർക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോൾ കേസി പണിതുകൊണ്ടാണ് കിട്ടാഞ്ഞത് എന്ന് പറയും. അപ്പോൾ ഇവർ കേസ് കേട്ട് പണി ആരംഭിക്കുകയും ചെയ്യും എന്നാണ് കേക്കച്ചൻ്റെ ഒരിത്. പ്രിയമുള്ളവരെ, വരും ദിവസങ്ങളിൽ കേക്കച്ചൻ്റെ പലജാതി പ്രകടനങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ആ കടകോൾ ക്രിയേഷൻസ് ചെയ്യിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കേക്കച്ചനോട് നിങ്ങൾ ആരും പിണങ്ങരുത്. കേക്കച്ചൻ്റെ അരയ്ക്ക് മുകളിലേക്കുള്ളത് ജനങ്ങൾ ആ ഉണ്ണിയപ്പം പഞ്ചസാര തുലാഭാര സമയത്ത് കണ്ടതുകൊണ്ട് അതിന് താഴേക്കുള്ളത് കാണിക്കുവാൻ കടകോൾ ക്രിയേഷൻസ് അടുത്ത ഒരു കിടലൻ പരിപാടി നടത്തുന്നുണ്ട്. KPCC മീറ്റിംഗ് ഇങ്ങ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അതേസമയം എറണാകുളത്ത് ഈ പരിപാടി നടക്കും. അതാണത്രേ ഹീറോയിസം. കുത്തിയിരുന്നുള്ള വില്ലടിച്ചാമ്പാട്ടാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കുത്തിയിരുന്ന് കാണുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.